അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബോട്ടിൻ്റെ ഒരു RC ബോട്ട് ഉണ്ടാക്കാനുള്ള കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു. അപ്പോൾ ഞാൻ കോഡ് അടിച്ചിട്ടുണ്ട്. ഇത് ട്രാൻസ്മിറ്ററിൻ്റെ കോഡാണ് ഉണ്ടല്ലോ. ഇത് ട്രാൻസ്മിറ്ററിന് ഞാൻ അടിച്ചിട്ടിരിക്കുന്ന കോഡാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ RF ട്രാൻസ്മിറ്ററും റിസീവറുമാണ്. അപ്പോൾ അതിൻ്റെ പിൻ അടിച്ചിട്ടുണ്ട്. RF ട്രാൻസ്മിറ്ററിൻ്റെ അകത്ത് ഒരു ട്രാൻസ്മിറ്റർ പിന്നുണ്ട്, അത് കൊടുക്കാനാണ് ഈ 6 എന്ന് പറയുന്ന പിൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 6 എന്ന് പറയുന്ന പിൻ നമ്മുടെ ആർഡിനോ ബോർഡിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആർഡിനോ ബോർഡിൻ്റെ 6ലേക്കാണ് നമ്മൾ ട്രാൻസ്മിറ്റർ പിന്ന് കണക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ട്രാൻസ്മിറ്ററിൽ പിന്നെ വരുന്ന നമ്മുടെ കൺട്രോളിൽ നിന്ന് പിന്നെ വരുന്ന രണ്ട് കണക്ഷനാണ് VRXും VRYയും. അത് ഞാൻ A0യിലേക്കും A1ലേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കണക്ഷനാണ് നമ്മുടെ കൺട്രോളറിൽ നിന്ന് മെയിനായിട്ട് വരുന്നത്. കൺട്രോളർ ഞാനിപ്പോൾ ആദ്യം കാണിച്ചത് നമ്മുടെ ബട്ടൺസ് ആയിരുന്നു, ക്ലിക്ക് ബട്ടൺസ് ആയിരുന്നു. പക്ഷേ അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിനു പകരം ഒരു ജോയിസ്റ്റിക് കൺട്രോളറാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. അത് കാരണമാണ് ഈ VRXും VRXYയും വരുന്നത്. XY ഡയറക്ഷനിലുള്ള മൂവ്മെൻ്റാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കോഡ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുക്കുന്നതാണ്. ഇനി നമ്മുടെ റിസീവറിനൊരു കോഡുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസീവറിൻ്റെ കോഡ്. അപ്പോൾ റിസീവറിൻ്റെ പിന്നാണിത് വരുന്നത്. റിസീവറിൽ നിന്ന് ആർഡിനോയുടെ 3rd പിന്നിലേക്കാണ് വരുന്നത് കണക്ഷൻ. ബാക്കിയെല്ലാം സെയിം ആണ്. ഇതെല്ലാം മോട്ടറിൻ്റെ കണക്ഷനാണ്. in 1, in 2, in 3, in 4. ഇത് നമ്മുടെ L29 E10 ICയുടെ ആ ഒരു മോട്ടർ ഡ്രൈവറിൻ്റെ പിൻസാണ്. പിന്നെ ഈ എനേബിൾ 1ഉം എനേബിൾ എയും എനേബിൾ ബിയും അതും ഈ മോട്ടർ ഡ്രൈവറിൻ്റെ കണക്ഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസീവറിൻ്റെ മെയിൻ കോഡ്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്ററിൽ മെയിനായിട്ട് വെച്ചിരിക്കുന്ന ഫങ്ഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ, അതായത് ഓൺ ചെയ്യാൻ, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ നടുക്കൊന്ന് പുഷ് ചെയ്യുക, അങ്ങനെ ഒരു ഫങ്ഷൻ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് അത് ഫോർവേഡ് പോകാൻ, മൂന്നാമത്തെ ഫങ്ഷൻ അത് ബാക്ക്വേഡ് വരാൻ, നാലാമത്തെ ഫങ്ഷൻ ലെഫ്റ്റും റൈറ്റും പോകാൻ. അപ്പോൾ ഈ 4 ഫങ്ഷനാണ് അതിൻ്റെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ജോയിസ്റ്റിക്ക് ഇതാണ്. ഇപ്പോൾ ഇത് XY മൂവ്മെൻറ്റ്സ് ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് മൂവ്മെൻറ്റും, അതായത് എക്സും വൈയും ഒരു ചെരിച്ചുള്ള മോഷൻ വരണമെങ്കിൽ ഈ ഒരു ഫങ്ഷൻ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ക്ലിക്സ് ആക്ഷനും വരുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും, അതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ പിൻ കണക്ഷൻസ്. ഗ്രൗണ്ട് 5 വോൾട്ട്, VRX, VRXY, SW. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടും 5 വോൾട്ടും VRXും VRXW മാത്രമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. SW കണക്ട് ചെയ്യുന്നില്ല.